നിധി, നീ ടെൻഷൻ ആവണ്ട. ഞാൻ പുറത്തുണ്ട്. നിനക്ക് ഒന്നും സംഭവിക്കില്ല. കോടതിയിൽ നിന്ന് ഞാൻ ജാമ്യത്തിൽ എടുത്തോളാം. നീ വിഷമിക്കണ്ട. സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഞാനിപ്പോ പോയി കാണേണ്ടവരൊക്കെ കണ്ടോളാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. വണ്ടി എടുക്ക സർ. ടെൻഷൻ ആവണ്ട. നിധി, നിധി. കൊണ്ടാട്ടിക്ക് ജയിലിലേക്ക് സെൻഡ് ഓഫ് കൊടുത്തിട്ട് നിൽക്കുകയാണല്ലോ. നീ ഒറ്റ എല്ലാത്തിനും കാരണം. നിധിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിന്നെ ഞാൻ കൊല്ലും, അതുറപ്പാ. ആഹാ, എന്നെ കൊന്നിട്ട് ജയിലിൽ പോയി ഭാര്യയ്ക്ക് കമ്പനി എടുക്കാനുള്ള ഐഡിയ ആണല്ലേ. വെറുതെ എടുത്ത് ചാടി ഓരോന്ന് വിളിച്ചു കൂന്നതിന് മുൻപ് ഭാര്യ ചെയ്ത ക്രൂരത എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. എസ് സാർ കൃത്യമായിട്ടെല്ലാം പറഞ്ഞു എന്ന് കാണുമല്ലോ. നീ കള്ളക്കേസാ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കള്ളക്കേസോ? ഞാനോ? എന്റെ ഗൗതം, ഇങ്ങനെ ഭാര്യ അന്ധമായിട്ട് വിശ്വസിക്കരുത്. എന്റെ വയറ്റിലെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയെന്ന് തെളിവ് സഹിതം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നിർത്തടി. നീ പ്രഗ്നന്റ് അല്ലാന്ന് നിധിക്കും അറിയാം, എനിക്കും അറിയാം. എന്നിട്ട് നിന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയെന്ന് അല്ലേ? നിധിയെ എങ്ങനെ ഒതുക്കണം എന്നുള്ളത് നിന്റെ ആവശ്യമായിരുന്നല്ലോ. അതിനുവേണ്ടി നീ കണക്കുകൂട്ടി ഉണ്ടാക്കിയെടുത്തൊരു ട്രാപ്പാണിതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മര്യാദയ്ക്ക് ഈ കേസ് പിൻവലിച്ചോണം. അല്ലെങ്കിൽ കൊല്ലൂന്ന് പറഞ്ഞത് വെറും വാക്കായിരിക്കില്ല. നിന്നെ കൊന്നിട്ട് ഞാനും ജയിലിലേക്ക് പോകും. സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ വെറുതെ ഭാര്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കില്ല ഗൗതം. സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. വെറുതെ പോലീസുകാർ ഒരാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിലൊന്നും ഹാജരാക്കൂല. എന്തെങ്കിലും കേട്ടാ വെറുതെ കൊല്ലും തിന്നോന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയാ പോരാ. സത്യാവസ്ഥ അന്വേഷിക്കണം. ഈ കേസിൽ സത്യം എന്റെ നിധിയുടെ ഭാഗത്താ.